ആണ് എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ആ ഘട്ടം വരെയും ഈ പറയുന്ന വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ സ്പോൺസർ ചെയ്തും ചേർത്ത് പിടിച്ചും അതിനൊക്കെ ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തും അതൊക്കെ പരമാവധി ഉപയോഗിച്ചും മടിയിലിരുത്തി പാലൂട്ടി വളർത്തിയും പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ മുഴുവൻ തോന്നിവാസങ്ങളും വിളിച്ചു പറയുമ്പോഴൊക്കെ എല്ലാ പിന്തുണയും കൊടുത്തിരുന്നിട്ട് ഇപ്പോൾ ഉള്ളിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അത് അവരുടെ തടിയിൽ തട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലിഫ് ഹൗസിൻ്റെ മേലെ ആ മരം ചായാൻ തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അൻവറിനെ പറ്റാതായത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, CPM തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവരുടെ പാർട്ടിക്കുള്ളിലൊരു ആഭ്യന്തര പ്രശ്നം മാത്രമായി തീരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃശ്ശൂർ പൂരം കലക്കിയതും അവിടെ BJPക്ക് ജയിക്കാൻ വഴിയൊരുക്കിയതും ഒക്കെ ഒരു വശത്ത്. പ്രധാനപ്പെട്ട കാര്യം RSS നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ളത്, റാം മാധവുമായിട്ട് വസുബല്ലിയായിട്ട് ചർച്ച നടത്തി എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിന് ഞങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവമില്ല. അതെല്ലാവരും സത്യമാണെന്ന് തെളിഞ്ഞു. അത്ര സത്യമാണെന്ന് തെളിഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥനെ ഒരു ചുമതലയിൽ നിന്നും മാറ്റാൻ പോലും മുഖ്യമന്ത്രി മടിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ഈ ചങ്ങലയുടെ അങ്ങേ അറ്റത്ത് എന്ന് വെച്ചാൽ BJP അറ്റത്ത് നിൽക്കുന്നവരുടെ അംഗീകാരം മാറ്റത്തിന് ലഭിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളത് കേരളം സംശയിക്കുകയാണ്. അവരുടെ കൂടെ അംഗീകാരം കിട്ടിയാലേ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലാണ്. കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ മറച്ചു പിടിക്കാനുണ്ട്, സംരക്ഷിച്ചു പിടിക്കാനുണ്ട്, അവിടെയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും മറച്ചു വെക്കാനുണ്ട്. പണ്ട് DGPയെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ പേരിൽ നേരിട്ട് വെച്ചതാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്ന് നമുക്ക് ഓർമ്മയില്ലേ. അപ്പൊ ഈ നെക്സസ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അത് 2016 അധികാരമേൽക്കാനുള്ള കാലം തൊട്ട് ഇപ്പോൾ വരെ തുടരുന്ന നെക്സസ് ആണ് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ. ഒരു കാര്യം പാലക്കാട് നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ നെക്സസിനെ പാലക്കാട്ട് CPM പ്രവർത്തകർ തന്നെ പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. തൃശ്ശൂർ സ്ട്രാറ്റജി പാലക്കാട് എടുക്കാൻ നോക്കിയാൽ അത് ഇവിടുത്തെ CPM പ്രവർത്തകർ തന്നെ ഇറങ്ങി നിന്ന് പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇപ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണ്. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA, ഞങ്ങളാരും പറയുന്നത് പൊളിറ്റിക്കൽ ആരോപണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ആണ് പറയുന്നത് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് സംശയമാണ്, പേടിയാണ്, കൊല്ലപ്പെടുവോ, തെരുവിൽ കിടക്കേണ്ടി വരുമോ എന്നുൾപ്പെടെ പറയുന്നത്. അത്ര കുത്തഴിഞ്ഞ തരത്തിലേക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ മാറി, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മാറി. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്, ചോദിച്ചു വാങ്ങിയതാണ്. പാർട്ടി നേതാക്കന്മാർ വരിയായി നിന്ന് മറുപടി പറയുന്നുണ്ടെങ്കിലും സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം AKG സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി വന്നിട്ടില്ല. ആരും മറുപടി പറഞ്ഞിട്ടില്ല. സാധാരണ പ്രവർത്തകൻ അതെന്തേ വെക്കാഞ്ഞെന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ്. അപ്പം നേതാക്കന്മാർ ഒരു പക്ഷേ വാർത്തകളിൽ കാണുന്ന പോലെ പിണറായി പേടിയിൽ മറുപടി പറയാൻ നിർബന്ധിതരാവുകയായിരിക്കും. പക്ഷെ പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അൻവറിന് കേരളത്തിൽ ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്ത നേതാവിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അക്കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമില്ല. ആവാത്ത വിധത്തിൽ അയാളെ തൊടാൻ മുഖ്യമന്ത്രി പേടിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കണം. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു കാര്യമാണ്. റാം മാധവുമായിട്ട് ചർച്ച നടത്തിയത്, വസുബല്ലയായിട്ട് ചർച്ച നടത്തിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ആർക്കും ഡൗട്ടില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നത്, ഇപ്പൊ നേതാക്കന്മാർ പറയുന്നത്, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ P ജയരാജന്റെ ഒക്കെ പ്രസ്താവന കണ്ടു, അത് അന്വേഷണത്തിന്റെ പരിധിയിലാണ്, അന്ന് അയാളെ മാറ്റി നിർത്തണ്ടേ. അന്വേഷണത്തിന്റെ പരിധിയിലാണെന്ന് പറയുമ്പോൾ കണ്ടു എന്നുള്ളത് അവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ മുഖ്യമന്ത്രി പഠിക്കുന്നത് എന്തിനാ? കേരളത്തിന്റെ പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവേദ്കറെ ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തേണ്ട ഒരു അവസ്ഥ EP പ്രശ്നം വന്ന ശേഷം ഉണ്ടായില്ലേ? ആ കാണുമ്പോൾ അതിന്റെ രഹസ്യ സ്വഭാവം ആരും അറിഞ്ഞില്ലല്ലോ. ആ കൂടിക്കാഴ്ച എവിടെ വെച്ച് നടന്നു എന്നുള്ളതോ എപ്പോൾ നടന്നു എന്നുള്ളതോ ആ കൂടിക്കാഴ്ചകൾ നടന്ന സമയത്തൊന്നും അറിഞ്ഞില്ലല്ലോ. പിന്നെ EP കാര്യം പുറത്ത് വന്നപ്പോഴാണ് മുഖ്യമന്ത്രി അത് എടുത്തിട്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഉദ്യോഗസ്ഥൻ എന്തേ ചർച്ച നടത്തിക്കൂടാ? അപ്പൊ അദ്ദേഹം നടത്തിയ ചർച്ചയുടെ ഫോളോ അപ്പിനായിരിക്കില്ലേ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുക. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് പറയാം. സുനിൽകുമാർ എന്താ പറഞ്ഞത്? ഒരാഴ്ചക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ 5 കഴിഞ്ഞിട്ടും അന്വേഷണം ആരംഭിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം സംശയം ജനിപ്പിക്കുന്നു എന്നുള്ളത് തൃശ്ശൂരിൽ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ നേരിട്ട് പറയുന്നത്. അൻവർ കോൺഗ്രസ്സുകാരനായിരുന്ന അൻവറിനെ മാലയിട്ട് സ്വീകരിച്ചതും ചുവപ്പ് പരവതാനി ചുള്ളി കയറ്റിയതും മത്സരിപ്പിച്ചതും MLA ആക്കിയതും ഒക്കെ ആരാണ്?
അൻവർ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള പ്രസക്തി പഴയ കോൺഗ്രസ്സുകാരനാണെന്നുള്ളതല്ലല്ലോ. ഒരു ഇടതുപക്ഷ MLA പറയുന്നു എന്നുള്ളതാണല്ലോ പ്രസക്തി. ആ ലേബിൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതല്ലല്ലോ. അപ്പൊ അങ്ങനെ വായിൽ തോന്നിയത് പറയുന്നവനാണെന്ന് അറിഞ്ഞിട്ട് ഈ കയറ്റി മടിയിലിരുത്തിട്ട് MLA ആക്കി കൊടുത്തിട്ട് ഇപ്പൊ തിരിച്ചു കൊത്താൻ തുടങ്ങിയപ്പോ, തടി തൊട്ടാൻ തുടങ്ങിയപ്പോ അപ്പോഴാണോ വന്ന വഴി ഓർമ്മ വരുന്നത്? ഇനി അയാൾ വന്ന വഴിയെ പറ്റിയുള്ള റിസർച്ച് നിർത്തിയിട്ട് ഇവരും സംഘപരിവാറും തമ്മിലുള്ള നെക്സസിന്റെ വഴി അതെവിടെയെങ്കിലും കട്ട് ചെയ്യാനുള്ള നടപടികളാണ് ആ പാർട്ടിയിൽ ആർജവമുള്ള നേതൃത്വം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുക്കേണ്ടത്. അതായിരിക്കും കേരളത്തിന് ഏറ്റവും അനിവാര്യമായതും അഭികാമ്യമായിട്ടുള്ള കാര്യം.